CPO ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡ് ഉപരോധിക്കുകയാണ്. ഇപ്പോൾ മണിക്കൂറുകളോളം നഗരത്തിൽ വൻ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്ന സാഹചര്യം. തലസ്ഥാനം അങ്ങനെ CPO ഉദ്യോഗാർത്ഥികളുടെ സമരത്താൽ സ്തംഭിപ്പിക്കപ്പെട്ടിരിക്കുന്നു. 12:30 തുടങ്ങിയ സമരമെന്നാണ് മനസ്സിലാക്കുന്നത്. മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ നഗരത്തിലെ സ്ഥിതി. വാഹനങ്ങളൊക്കെ തന്നെ പോകുന്ന വഴി, പ്രധാനപ്പെട്ട റോഡ് ഒക്കെ സ്തംഭിക്കുകയാണ്. സ്റ്റെഫിനുണ്ട്. സ്റ്റെഫിൻ, എത്രത്തോളം ആളുകൾ, ഉദ്യോഗാർത്ഥികൾ അവിടെ വന്നു കൂടിയിട്ടുണ്ട്? പോലീസിനൊന്നും ചെയ്യാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കുമല്ലോ അത്രയും ആളുകൾ അവിടേക്ക് എത്തുമ്പോൾ. ഇനിയുള്ളതൊരു സമമായ നീക്കം. കാരണം ഇത്രയും നാൾ ഉദ്യോഗാർത്ഥികൾ അവിടെ സമരം നടത്തുകയാണ്. ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ ഇനി അടുത്ത നിമിഷങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ? ഇപ്പോൾ ഏതായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്തൊന്നും തന്നെ ഇതുപോലെ ഒരു സമരം, ഈ റോഡടക്കം സ്തംഭിപ്പിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡടക്കം സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരം ഈ അടുത്ത കാലത്തൊന്നും തന്നെ കണ്ടിട്ടില്ല. അത്തരത്തിൽ ഏതാണ്ട് ഒരു 1000-ഓളം വരുന്ന ഉദ്യോഗാർത്ഥികൾ, അതോടൊപ്പം തന്നെ അവരുടെ പലരുടെയും കുടുംബാംഗങ്ങളൊക്കെയാണ് ഈ സമരത്തിൽ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 12 മണി മുതൽ തുടങ്ങിയ ആ ഒരു റോഡ് ഉപരോധമാണ് അതിപ്പോഴും തുടരുന്നു. ഈ റോഡിൽ, ചുട്ടുപൊള്ളുന്ന ഈ റോഡിൽ പലരും കുത്തി ഇരിക്കുന്ന കാഴ്ച, പലരും കിടക്കുന്ന കാഴ്ച, അതൊക്കെയാണ് നമുക്ക് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണാൻ കഴിയുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇവരോട് മാറിപ്പോകാനൊന്നും തന്നെ പോലീസ് ആവശ്യപ്പെടുന്നില്ല. ഈ റോഡ് ഗതാഗതം ഏതായാലും ഇവിടെ പൂർണ്ണമായും സെക്രട്ടേറിയറ്റിന് മുൻവശത്തോടുള്ള റോഡ് ഗതാഗതം പൂർണ്ണമായും ഇപ്പോൾ സ്തംഭിച്ച രീതിയിലാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് 2 ഭാഗത്തുകൂടി വാഹനങ്ങൾ തിരിച്ചുവിടുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും ഇവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കും യാതൊരു തരത്തിലുള്ള സമവായത്തിനും ഇതുവരെ ഒരു വഴി തുറന്നിട്ടില്ല എന്നുള്ളതാണ്. സർക്കാർ ഇപ്പോഴും ഇത് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇവരുടെ സമരത്തെ പറ്റി പറയുകയാണെങ്കിൽ ഏതാണ്ട് 20 ദിവസമായി ഈ ഉദ്യോഗാർത്ഥികൾ സമരമിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും തന്നെ കാണാൻ ഈ അധികാരികൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പല തരത്തിലുള്ള സമരങ്ങൾ ഇവർ നടത്തിയ, അതോടൊപ്പം പല രീതിയിലുള്ള സമരങ്ങൾ ഇവർ അവലംബിച്ചു. എന്നിട്ട് പോലും പ്രശ്നത്തിന് യാതൊരു തരത്തിലുള്ള ഒരു പരിഹാരമോ അല്ലെങ്കിൽ ഇവരെ ഒന്ന് കേൾക്കാൻ പോലും ഇപ്പോഴും ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. പലർക്കും ഈ യുവാക്കൾ പ്രത്യേകിച്ചും പോലീസിൽ കയറി അതോടൊപ്പം നാടിന് സംരക്ഷണം ഒരുക്കി അല്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റിന് തന്നെ കാവലായി നിൽക്കേണ്ട ആളുകളാണ് ഇത്തരത്തിൽ റോഡിൽ ഇങ്ങനെ കിടന്ന് ഈ 20 ദിവസങ്ങൾ നമ്മൾ പല ഇവരുടെ സമരങ്ങളും അവർക്ക് മുന്നിലേക്ക്, അധികാരികളുടെ മുന്നിലേക്ക് കാണിച്ചതാണ്. കാരണം തല ഷേവ് ചെയ്തുകൊണ്ട്, മുടി ഷേവ് ചെയ്തുകൊണ്ടുള്ള പ്രതിഷേധം, ഐസ് കെട്ടിയിട്ട വെള്ളത്തിൽ കയറി ഇറങ്ങി നിൽക്കുന്ന പ്രതിഷേധം, പുല്ല് തിന്നുകൊണ്ട് ഗതികേടിന്റെ സ്വരം കാഴ്ചവെക്കുന്ന പ്രതിഷേധം, അങ്ങനെ 20 ദിവസത്തോളം പല മാർഗങ്ങളിൽ അവർ സമരവുമായി രംഗത്തെത്തിയെങ്കിലും ഒരു ഭിത്തിക്കപ്പുറത്താണ്, ഒരു ഭിത്തിക്കപ്പുറം 100 മീറ്റർ പോലും ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു അകലത്തിലുള്ള സംവിധാനങ്ങൾക്ക് പോലും കാണാൻ കഴിഞ്ഞില്ല ഇവരെ. ഇനി എന്താണ് ഇനി അവർ പ്രതീക്ഷിക്കുന്നത്? ഇവരിപ്പോഴും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം 20 ദിവസമായി ഇവരുടെ ആ ഒരു ദുരിതം ഒക്കെ തന്നെ സർക്കാരിന് കാണിക്കാനുള്ള ശ്രമത്തിലാണ്. നേരത്തെ പോലെ തന്നെ പല തരത്തിലുള്ള സമരങ്ങൾ ഇവർ ഇവിടെ നടത്തിയെങ്കിൽ പോലും ഇപ്പോഴും അതിനൊന്നും ഒരു സമവായം ഉണ്ടാക്കാനോ ഈ സർക്കാരുമായി ഇവർക്കൊന്ന് സംസാരിക്കാനോ മുഖാമുഖം കാണുന്നതിനോ ഒന്നും തന്നെ ഒരു വേദി ഒരുങ്ങിയിട്ടില്ല. മുഖ്യമന്ത്രി അങ്ങോളം സംസ്ഥാനത്തൊക്കെ തന്നെ പല നാനാതുറകളിൽ നിന്നുള്ള ആളുകളുമായി മുഖാമുഖം നടത്തുമ്പോഴും ആ ഒരു വേലിക്കിപ്പുറത്തേക്ക് ഇവർ ഈ ദുരിതവുമായി ഇവിടെ വന്നിരിക്കുകയാണ്. രാപ്പകലോ ഇങ്ങനെ വന്ന് ഈ സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. എന്നിട്ടും ശരി സ്റ്റെഫിൻ, എന്തായാലും അടുത്ത നിമിഷങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന നോക്കാം. കാരണം തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരിടമാണ് ഈ സെക്രട്ടേറിയറ്റിന്റെ പരിസരം. അവിടെയാണ് ഇപ്പോൾ 1000-ലേറെ വരുന്ന CPO ഉദ്യോഗാർത്ഥികൾ അതിജീവനത്തിന് വേണ്ടിയുള്ള സമരം നടത്തുന്നത്. അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല 20 ദിവസം കഴിഞ്ഞിട്ടും എന്നുള്ളതാണ് അവരുടെ പരാതി.